പാലക്കാട് പുൽപ്പള്ളിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെ കാർ പൊട്ടിത്തെറിച്ച അപകടമുണ്ടായിരിക്കുന്നു. 2 കുട്ടികൾ ഉൾപ്പെടെ 4 പേർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ കുട്ടികളുടെ നില ഗുരുതരമാണ്. പാലക്കാട് പുൽപ്പള്ളി അത്തിക്കോട് കാർ പൊട്ടിത്തെറിച്ച് അമ്മയ്ക്കും മക്കൾക്കും ഗുരുതരമായി പരിക്കേറ്റിരിക്കുകയാണ്. 2 കുട്ടികളെയും അമ്മയെയും അടിയന്തരമായിട്ട് എറണാകുളത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. മൂത്ത മകൾ ഇപ്പോൾ പാലക്കാട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഇവരെ എപ്പോഴാണ് ഇവിടെ കൊണ്ടുവന്നത്? ഇവിടെ 7 മണിക്ക് ആണ് ഇവിടെ കൊണ്ടുവന്നത്. ഇവരുടെ അമ്മ ഈ ആശുപത്രിയിലെ സ്റ്റാഫ് നേഴ്സാണ്, എൽസി മാർട്ടിൻ. എൽസിയുടെ ഹസ്ബൻഡ് ഒരു 55 ദിവസം മുന്നേ മരിച്ചു. അത് കഴിഞ്ഞ് എൽസിക്ക് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് ഇന്നലെ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തു. ഇന്ന് 4 മണിക്ക് ഡ്യൂട്ടിക്ക് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കുട്ടികളെയും കയറ്റി കാറിൽ കയറ്റി ഷോപ്പിങ്ങിന് പോകാനായിട്ട് കാറ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കാറ് വലിയ സ്ഫോടനത്തോടെ പൊട്ടിത്തെറിക്കുകയും ഒരു വലിയ അഗ്നിഗോളമായി തീരുകയും എൽസി തന്നെ മക്കളെയൊക്കെ പുറത്ത് വലിച്ച് എടുത്തു. അപ്പോഴേക്കും അയൽപ്പക്കക്കാരൊക്കെ വന്ന് അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. അമ്മ കാറിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല, എൽസിയുടെ അമ്മ. അതുകൊണ്ട് അമ്മയ്ക്ക് കുഴപ്പമില്ല. അതിൽ 2 കുട്ടികളുടെ പരിക്ക് പൊള്ളൽ ഗുരുതരമാണ്. ഏതാണ്ട് 95% ദേഹം പൊള്ളിയിട്ടുണ്ട്. അതുകൊണ്ട് എറണാകുളത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയാണ്. എൽസിയെയും ഏതാണ്ട് 85% പൊള്ളലുണ്ട്. എൽസിയെയും അവിടേക്ക് കൊണ്ടുപോയിരിക്കുന്നു. മൂത്ത മകൾ ഇവിടെ അഡ്മിറ്റാണ്, നിരീക്ഷണത്തിലാണ്. അമ്മയ്ക്ക് കാര്യമായിട്ടുള്ള പരിക്ക് പറ്റിയിട്ടില്ല. അമ്മ കാറിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. എൽസിയുടെ അമ്മ. ഇത് CNG വെഹിക്കിളായിരുന്നോ അതോ എന്താണെന്ന് എനിക്ക് കൃത്യം അറിയില്ല. ഞാൻ അന്വേഷിച്ചപ്പോഴേ അത് പെട്രോൾ വണ്ടിയായിരുന്നു എന്നാണ് പറയുന്നത്. എനിക്ക് CNG ആണോ എന്ന് എനിക്കറിയില്ല. നാട്ടുകാരാണ് ഇവിടെ എത്തിച്ചതില്ലേ? നാട്ടുകാരാണ് എത്തിച്ചത്. അമ്മേനെ എൽസിയെ അവർ ഗവൺമെൻറ് ആശുപത്രിയിൽ കൊണ്ടുപോയി. അപ്പം പാലക്കാട് അവിടെ നിന്ന് ഉടനെ തന്നെ ഇവിടേക്ക് കൊണ്ടുവന്ന് മക്കൾ ഇവിടെ ആകാൻ ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് അവർ 3 പേരെയും എൽസിയെയും 2 മക്കളെയും താഴെ 2 മക്കളെയും ഹയർ സെൻറ്ററിലേക്ക് എറണാകുളത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ഉടനെ എത്തിക്കാൻ ഡോക്ടേഴ്സ് പറഞ്ഞുകൊണ്ട് അവിടെ എത്തിച്ചിരിക്കുകയാണ്. ഈ കുട്ടികൾക്ക് ഗുരുതരമായിട്ട് പരിക്കേറ്റിട്ടുണ്ട്. ഇളയ 2 കുട്ടികൾക്കില്ലേ? ഇളയ 2 കുട്ടികൾക്കും ഗുരുതരമായിട്ടുള്ള പൊള്ളലേറ്റിട്ടുണ്ട്. അവിടെ സംസാരിച്ചിട്ടുണ്ട് എറണാകുളം ഹോസ്പിറ്റലുമായിട്ട്. ഞങ്ങൾ അവിടെ ഹോസ്പിറ്റലിൽ PRO ഡോക്ടേഴ്സിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവർ റെഡി ആയിട്ടിരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദൗർഭാഗ്യമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ എൽസിയുടെ ഹസ്ബൻഡ് 55 ദിവസം മുമ്പാണ് മരിച്ചത്. അതിനുശേഷം എൽസിക്കൊരു ശസ്ത്രക്രിയ ഈ ഹോസ്പിറ്റലിൽ തന്നെ നടന്നിരുന്നു. അതിനുശേഷം അവർ തിരികെ ജീവിതത്തിലേക്ക് വരുന്ന സമയത്താണ് ഇങ്ങനൊരു ദുരന്തം ഉണ്ടായിരിക്കുന്നത്. 3 കുട്ടികൾ ആണ് ഉള്ളത്. ആ 3 കുട്ടികളിൽ ഇളയ 2 കുട്ടികൾക്കാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. മൂത്ത കുട്ടി ഇവിടെ ഇപ്പോൾ ഈ പാലക്കാട് സ്വകാര്യ ആശുപത്രിയിൽ ICUവിൽ കഴിയുകയാണ്. ആ കുട്ടിയുടെ പരിക്ക് ഗുരുതരമല്ല എന്നുള്ളത് പറഞ്ഞ് കാൽ മുട്ടിനും അതോടൊപ്പം തന്നെ കൈക്കും ആണ് പരിക്കേറ്റിരിക്കുന്നത്. നമുക്ക് നാട്ടുകാരായിട്ടുള്ള ചേട്ടൻ നാട്ടുകാരനല്ലായിരുന്നോ? അല്ലേ? എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇന്ന് സംഭവം നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കുട്ടിയുണ്ടല്ലോ എൽസി എന്ന് പറയുന്ന ഈ പാലന ആശുപത്രിയിലെ നേഴ്സാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം സൈനിറ്റൈസിൻ്റെ ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് ദിവസങ്ങൾ ലീവായിരുന്നു. ഇന്നലെയാണ് ജോയിൻ ചെയ്തത്. ഇന്ന് സെക്കൻഡ് ഡേ ആ സെക്കൻഡ് ഡേ വന്നിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കുട്ടികളെ ഔട്ടിങ്ങിന് വേണ്ടിയിട്ട് കാറിൽ പുറത്തേക്ക് കൊണ്ടുപോയായിരുന്നു. ഈ അവസരത്തിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് ഇങ്ങനെ വണ്ടി കത്തിപ്പിടിക്കുകയും മറ്റും ചെയ്തത്. ദൃക്സാക്ഷികൾ ആരെങ്കിലും ഉണ്ടോ? ദൃക്സാക്ഷികൾ അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. കാരണം പറഞ്ഞാൽ അതൊരു റിമോട്ട് പ്ലേസാണ്. അപ്പോൾ ഇത് കത്തിപ്പിടിച്ചതിന് ശേഷമായിരിക്കും ആൾക്കാരെങ്കിലുമൊക്കെ ഓടിക്കൂടുകയും മറ്റും ചെയ്തിട്ടുണ്ടാവുമെന്നാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ അവിടെ ആരും ഉണ്ടാവാനായിട്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു സാഹചര്യം. കാരണം അതൊരു ഉള്ളിലോട്ടുള്ളൊരു പ്രദേശമാണ്, ഒരു ഗ്രാമപ്രദേശമാണ്. എങ്ങനെയാണ് നാട്ടുകാർ നിങ്ങളെങ്ങനെയാണ് അറിഞ്ഞത്? നാട്ടുകാരെന്ന് പറഞ്ഞാൽ നമ്മൾ പലരും പല സമയത്ത് വിളിക്കുകയും മറ്റുമൊക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അറിഞ്ഞെന്ന് മാത്രമാണ്. അങ്ങനെയാണ് ഇവിടെ ഓടി വരുന്നത്. ഇത് സംഭവിച്ച സമയത്ത് അവിടെ നിന്ന് നാട്ടുകാർ കയറ്റി വിട്ടിട്ട് ആംബുലൻസ് കയറ്റിവിട്ട് ജില്ലാ ആശുപത്രിയിൽ കൊണ്ടെത്തിക്കുകയും ജില്ലാ ആശുപത്രിയിൽ നിന്ന് അവിടുത്തെ സാഹചര്യങ്ങൾ പറ്റില്ല എന്ന് കണ്ടിട്ട് പിന്നെ പാലനയിൽ കൊണ്ടുവരികയും പാലനയിൽ ഇവിടുത്തെ സാഹചര്യവും ഇവിടെ അത് ചികിത്സയായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ചികിത്സ കിട്ടാൻ വേണ്ടിയിട്ട് എറണാകുളത്തേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം. കത്തിയ വണ്ടിയുടെ ദൃശ്യം കണ്ടിരുന്നു. പൂർണ്ണമായിട്ടും കത്തിയ അവസ്ഥയിലാണ്. അതൊരു പഴത്തിരി പഴക്കമുള്ളൊരു മാരുതി 800 വണ്ടിയാണ്.
അതിൽ ചിലർ ഒരു ഗ്യാസാണെന്ന് പറയുന്നത്, പക്ഷേ ഗ്യാസായിട്ട് ഞങ്ങൾക്കത്, കാരണം ഞങ്ങളത് CNG അല്ല. അല്ല, CNG അല്ല, സാധാരണ നമ്മുടെ പെട്രോൾ ഫ്യൂൽ വണ്ടിയാണെന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. എൽസിയുടെ ഭർത്താവ് മരിച്ചിട്ട് കുറച്ച് നാളുകളുണ്ട്. ഈ എൽസി എന്ന് പറയുന്ന കുട്ടിയുടെ ഭർത്താവ് മരിച്ചിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു 2 മാസത്തോളമായി. വളരെ ബുദ്ധിമുട്ടായിട്ട് ക്യാൻസർ ബാധിച്ച് ഉള്ളൊരു അസുഖത്തിലായിരുന്നു. അപ്പോൾ അത് വളരെയധികം സ്ട്രഗിൾ ചെയ്തിട്ടുള്ളൊരു ഫാമിലിയായിരുന്നു. അതിനിടയിലാണ് ഇങ്ങനെയൊരു വേദനാജനകമായിട്ടുള്ളൊരു സംഭവം കൂടി ഉണ്ടായത്. മൂത്ത കുട്ടിക്ക് അങ്ങനെ വലിയ പ്രശ്നമില്ലെന്നുള്ളതാണല്ലേ? മൂത്ത കുട്ടിയും അപ്പം ഇപ്പം നിലവിൽ ഈ കുട്ടിയുടെ അമ്മ